ഹായ് ഗായ്സ്, PSC ടോപ്പ് ജെറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 2023 നടന്നിട്ടുള്ള അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൻ്റെ ക്വസ്റ്റ്യൻ കോഡ് 215/2023 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റേതല്ലാത്ത കൃതി ഏതാണ്? ഓക്കെ, ശ്രീനാരായണ ഗുരുവിൻ്റേതല്ലാത്ത കൃതി ഏതാണ്? ഓപ്ഷൻസ് ഉണ്ട്: ആദിഭാഷ, ദൈവദശകം, ശിവശതകം, ദർശനമാല. ഇതിലേതാണ് ഉത്തരം? ഉത്തരം ഓപ്ഷൻ എ ആണ്, ആദിഭാഷ. ഓക്കെ, അടുത്ത ചോദ്യം, കേരളത്തിൻ്റെ വിജ്ഞാന മേഖലയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഓക്കെ, കേരളത്തിൻ്റെ വിജ്ഞാന മേഖലയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? ഒന്നാമത്തത്, മലബാറിൽ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് ബേസൽ ഇവാഞ്ചലിക്കൽ മിഷനാണ്. അടുത്തത്, റാണി ഗൗരി പാർവതി സൗജന്യവും നിർബന്ധിതവും ആയ വിദ്യാഭ്യാസം തിരുവിതാംകൂറിൽ നടപ്പിലാക്കി. അടുത്തത്, കൊച്ചിയിലെ ആദ്യ സ്കൂൾ 1818 സ്വാതി തിരുനാളിൻ്റെ കാലത്ത് സ്ഥാപിക്കപ്പെട്ടു. അടുത്തത്, സ്പാനിഷ് മിഷണറി ആയിരുന്ന ടിങ്കിൾ ടാബ് നാഗർകോവിൽ ഉൾപ്പെടെയുള്ള പ്രദേശത്ത് ഇംഗ്ലീഷ് സ്കൂളുകൾ സ്ഥാപിക്കുകയുണ്ടായി. ഇതിൽ തെറ്റായ പ്രസ്താവന എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്. അതായത് കൊച്ചിയിലെ ആദ്യ സ്കൂൾ 1818 സ്വാതി തിരുനാളിൻ്റെ കാലത്ത് സ്ഥാപിക്കപ്പെട്ടു. അതാണ് ഇവിടുത്തെ തെറ്റായ പ്രസ്താവന ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യൻ സമുദ്രത്തിൻ്റെ ആധിപത്യത്തിന് വേണ്ടി കാർട്ടസ് വ്യവസ്ഥ നടപ്പിലാക്കിയ പാശ്ചാത്യ രാജ്യം ഏതായിരുന്നു? ഓക്കെ, ഓപ്ഷൻസ് കാണാൻ പറ്റും: ബ്രിട്ടൻ, ഫ്രാൻസ്, ഹോളണ്ട്, പോർച്ചുഗൽ. ഇതിൽ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, പോർച്ചുഗൽ. ഓക്കെ, പോർച്ചുഗലാണ് ഇന്ത്യൻ സമുദ്രത്തിൻ്റെ ആധിപത്യത്തിന് വേണ്ടി കാർട്ടസ് വ്യവസ്ഥ നടപ്പിലാക്കിയ പാശ്ചാത്യ രാജ്യം. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചൈനയിലെ ബോക്സർ കലാപവുമായി ബന്ധപ്പെട്ട വർഷം ഏതാണ്? ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചൈനയിലെ ബോക്സർ കലാപവുമായി ബന്ധപ്പെട്ട വർഷം ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 1900 to 1991. ഓക്കെ, അതാണ് ഉത്തരം. അടുത്ത ചോദ്യം, തെക്കേ അമേരിക്കയിലെ ചിലി, പെറു പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വികാസം പ്രാപിച്ച സംസ്കാരം ഏതാണ്? ഓക്കെ, തെക്കേ അമേരിക്കയിലെ ചിലി, പെറു പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വികാസം പ്രാപിച്ച സംസ്കാരം ഏതാണ്? ഓപ്ഷൻസ് കാണാൻ പറ്റും: മായൻ സംസ്കാരം, ഇൻക സംസ്കാരം, ആസ്ടെക് സംസ്കാരം, ടോൾടെക് സംസ്കാരം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഇൻക സംസ്കാരം. ഓക്കെ, ഇൻക സംസ്കാരമാണ് ഇവിടുത്തെ ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം, കോഴിക്കോടിൻ്റെ കഥ എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ഓക്കെ, കോഴിക്കോടിൻ്റെ കഥ എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, MGS നാരായണൻ. ഓക്കെ, MGS നാരായണനാണ് ഇവിടുത്തെ ഉത്തരം. അടുത്ത ചോദ്യം, ഗാന്ധി സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത്? ഓക്കെ, ഗാന്ധി സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ. ഓക്കെ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ. ഓക്കെ, അടുത്ത ചോദ്യം, അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന വിവിധ വാതകങ്ങളിൽ 3-ാം സ്ഥാനത്തും 4-ാം സ്ഥാനത്തും വരുന്ന വാതകങ്ങൾ ഏതെല്ലാം? ഓക്കെ, അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന വിവിധ വാതകങ്ങളിൽ 3-ാം സ്ഥാനത്തും 4-ാം സ്ഥാനത്തും വരുന്ന വാതകങ്ങൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ആർഗൺ, CO2. ഓക്കെ, ആർഗണും CO2മാണ് ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന കേന്ദ്രമായ ഗ്രാൻഡ് ബാങ്ക്സിൽ വെച്ച് കൂടിക്കലരുന്ന 2 പ്രധാന ഉഷ്ണ ശീതജല പ്രവാഹങ്ങൾ ഏതെല്ലാം? ഓക്കെ, ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന കേന്ദ്രമായ ഗ്രാൻഡ് ബാങ്ക്സിൽ വെച്ച് കൂടിക്കലരുന്ന 2 പ്രധാന ഉഷ്ണ ശീതജല പ്രവാഹങ്ങൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഗൾഫ് സ്ട്രീമും ലാബ്രഡോർ പ്രവാഹവും. ഓക്കെ, ഗൾഫ് സ്ട്രീമും ലാബ്രഡോർ പ്രവാഹവുമാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഹെമിസ് ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന പ്രധാന വന്യജീവി ഏതാണ്? ഓക്കെ, ഹെമിസ് ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന പ്രധാന വന്യജീവി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ഹിമപ്പുലി. ഓക്കെ, ഹിമപ്പുലിയാണ് ഉത്തരം. അടുത്ത ചോദ്യം, കേന്ദ്ര കിഴങ്ങുവർഗ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഓക്കെ, കേന്ദ്ര കിഴങ്ങുവർഗ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല. ഉത്തരം ഓപ്ഷൻ ബി ആണ്, തിരുവനന്തപുരം. ഓക്കെ, തിരുവനന്തപുരമാണ് ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ നഗരം ഏതാണ്? ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ മെട്രോ നഗരം ഏതാണ്?
ഉത്തരം ഓപ്ഷൻ സി ആണ് കൊച്ചി. ഓക്കെ, കൊച്ചിയാണ് ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ധനകാര്യ സ്ഥാപനം ഏതാണ്? ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ധനകാര്യ സ്ഥാപനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് RBI. ഓക്കെ, RBI ആണ് ഉത്തരം. അടുത്ത ചോദ്യം. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ഏതാണ്? ഓക്കെ, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് ഏതാണ്? ഓപ്ഷൻസ് ഉണ്ട്. സാമ്പത്തിക ആസൂത്രണം, വില മെക്കാനിസം, പാർലമെൻറ്റ്, GDP. ഉത്തരം ഓപ്ഷൻ ബി ആണ് വില മെക്കാനിസം. ഓക്കെ, വില മെക്കാനിസം എന്നുള്ളതാണ് ഇവിടുത്തെ ഉത്തരം. അതായത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വില മെക്കാനിസമാണ്. അടുത്ത ചോദ്യം. ഒരു വ്യക്തിയുടെ ഉപഭോഗം എപ്പോഴും എന്തായിരിക്കും? ഓക്കെ, ഓപ്ഷൻസ് ഉണ്ട്. പോസിറ്റീവ്, നെഗറ്റീവ്, അനന്തത, 0. ഉത്തരം ഓപ്ഷൻ എ ആണ് പോസിറ്റീവ്. ഓക്കെ, പോസിറ്റീവ് എന്നുള്ളതാണ് ഉത്തരം. ഒരേ ഒരു വാങ്ങൽക്കാരൻ മാത്രമുള്ള കമ്പോളം ഏതാണ്? ഓക്കെ, ഉത്തരം ഓപ്ഷൻ സി ആണ് മൊണോപ്സോണി. ഓക്കെ, മൊണോപ്സോണിയാണ് ഒരേ ഒരു വാങ്ങൽക്കാരൻ മാത്രമുള്ള കമ്പോളം. ഓക്കെ, അടുത്ത ചോദ്യം. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഓക്കെ, മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയോട് കൂട്ടിച്ചേർത്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് 42ാം ഭരണഘടനാ ഭേദഗതി. ഓക്കെ, അടുത്ത ചോദ്യം. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? ഓക്കെ, ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് രാജേന്ദ്ര പ്രസാദ്. ഓക്കെ, രാജേന്ദ്ര പ്രസാദാണ് ഉത്തരം. അടുത്ത ചോദ്യം. ഭരണഘടനാ ഭേദഗതി വഴി സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത വർഷം ഏതാണ്? ഓക്കെ, ഭരണഘടനാ ഭേദഗതി വഴി സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് 1978. ഓക്കെ, 1978 ആണ് ഉത്തരം. അടുത്ത ചോദ്യം. ലോകസഭയുടെ പ്രഥമ സ്പീക്കർ ആരാണ്? ഓക്കെ, ലോകസഭയുടെ പ്രഥമ സ്പീക്കർ ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് GV മൗലങ്കർ. ഓക്കെ, GV മൗലങ്കർ ആണ് ഉത്തരം. അടുത്ത ചോദ്യം. പൗരത്വ ഭേദഗതി നിയമം പാസ്സാക്കിയത് എന്നാണ്? ഓക്കെ, പൗരത്വ ഭേദഗതി നിയമം പാസ്സാക്കിയത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് 2019 ഡിസംബർ 11. ഓക്കെ, 2019 ഡിസംബർ 11 ഓക്കെ, അടുത്ത ചോദ്യം. യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയം ഏതാണ്? ഓപ്ഷൻസ് ഉണ്ട്. വിവാഹവും വിവാഹമോചനവും, അളവ് തൂക്കം, ഗതാഗതം, വരുമാന നികുതി. ഓക്കെ, ഇതിൽ ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുമാന നികുതി. ഓക്കെ, വരുമാന നികുതിയാണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയം. ഓക്കെ, അടുത്ത ചോദ്യം. ഭരണഘടന ഇതര സ്ഥാപനം തിരിച്ചറിയുക. ഓക്കെ, ഭരണഘടന ഇതര സ്ഥാപനം തിരിച്ചറിയുക. ഓപ്ഷൻസ് ഉണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, അറ്റോർണി ജനറൽ, നീതി ആയോഗ്, ദേശീയ പട്ടികവർഗ കമ്മീഷൻ. ഇതിൽ ഉത്തരം ഓപ്ഷൻ സി ആണ് നീതി ആയോഗ്. ഓക്കെ, നീതി ആയോഗാണ് ഇതിൽ ഭരണഘടന ഇതര സ്ഥാപനം. അടുത്ത ചോദ്യം. നഗരപാലിക ആക്ടുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഓക്കെ, നഗരപാലിക ആക്ടുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് 74. ഓക്കെ, 74ാം ഭരണഘടനാ ഭേദഗതിയാണ് ഉത്തരം. അടുത്ത ചോദ്യം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷൻ ആരാണ്? ഓക്കെ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് ജസ്റ്റിസ് എം പരീത് പിള്ള. ഓക്കെ, ജസ്റ്റിസ് എം പരീത് പിള്ളയാണ് ഇവിടുത്തെ ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം. കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമം പാസ്സാക്കിയ വർഷം ഏതാണ്? ഓക്കെ, കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമം പാസ്സാക്കിയ വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ് 1969. ഓക്കെ, 1969 ഉത്തരം. ചോദ്യം. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉറപ്പു നൽകുന്ന മിനിമം തൊഴിൽ ദിനങ്ങൾ എത്രയാണ്? ഓക്കെ, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉറപ്പു നൽകുന്ന മിനിമം തൊഴിൽ ദിനങ്ങൾ എത്രയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ് 100 തൊഴിൽ ദിനങ്ങൾ. ഓക്കെ, അടുത്ത ചോദ്യം. കേരള സംസ്ഥാന തണ്ണീർത്തട നിയമം പാസ്സാക്കിയ വർഷം ഏതാണ്? ഓക്കെ, കേരള സംസ്ഥാന തണ്ണീർത്തട നിയമം പാസ്സാക്കിയ വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ് 2008. ഓക്കെ, 2008 ഉത്തരം. അടുത്ത ചോദ്യം.
കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആരംഭിച്ച വർഷം ഏതാണ്? ഓക്കെ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആരംഭിച്ച വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ് 2018. ഓക്കെ, 2018 ഉത്തരം. അടുത്ത ചോദ്യം, കോവിഡ് വകഭേദമായ ഒമിക്രോൺ വൈറസിന് ആ പേര് ലഭിച്ചത് ഏതാണ്? ഓപ്ഷൻസ് ഉണ്ട്. ഗ്രീക്കിലെ ആദ്യത്തെ അക്ഷരത്തിൽ നിന്നും, ഗ്രീക്കിലെ രണ്ടാമത്തെ അക്ഷരത്തിൽ നിന്നും, ഗ്രീക്കിലെ നാലാമത്തെ അക്ഷരത്തിൽ നിന്നും, ഗ്രീക്കിലെ 15ാമത്തെ അക്ഷരത്തിൽ നിന്നും. ഇതിൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഗ്രീക്കിലെ 15ാമത്തെ അക്ഷരത്തിൽ നിന്നും എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ചോദ്യം, എന്താണ് ഡോപ്സൺ യൂണിറ്റ്? ഓക്കെ, എന്താണ് ഡോപ്സൺ യൂണിറ്റ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, അന്തരീക്ഷത്തിലെ ഓസോണിൻ്റെ കനം അളക്കുന്നത്. ഓക്കെ, അന്തരീക്ഷത്തിലെ ഓസോണിൻ്റെ കനം അളക്കുന്നതാണ് ഡോപ്സൺ യൂണിറ്റ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, 2021 ലോക മണ്ണ് ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ഓക്കെ, 2021 ലോക മണ്ണ് ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, മണ്ണിൻ്റെ ലവണീകരണം തടയൂ, മണ്ണിൻ്റെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കൂ. ഓക്കെ, മണ്ണിൻ്റെ ലവണീകരണം തടയൂ, മണ്ണിൻ്റെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കൂ. ഓക്കെ, അടുത്ത ചോദ്യം, ആൻറ്റി സ്റ്റെറിലിറ്റി ഫാക്ടർ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ഓക്കെ, ആൻറ്റി സ്റ്റെറിലിറ്റി ഫാക്ടർ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ജീവകം ഇ. ഓക്കെ, ജീവകം ഇ ആണ് ഉത്തരം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ മലേറിയയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, എയും ബിയും ശരിയാണ്. ഓക്കെ, എയും ശരിയാണ്, ബിയും ശരിയാണ്. അതായത് മലേറിയയുടെ രോഗകാരി പ്ലാസ്മോഡിയം എന്ന സൂക്ഷ്മജീവിയാണ്, ശരിയാണ്. കൊതുകാണ് മലേറിയ രോഗത്തെ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകർത്തുന്നത്. അത് രണ്ടും ശരിയാണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. അടുത്ത ചോദ്യം, മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം ഏതാണ്? ഓക്കെ, മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, സെറിബ്രം. ഓക്കെ, സെറിബ്രമാണ് മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം. ഓക്കെ, അടുത്ത ചോദ്യം, അന്തർവാഹിനികളുടെ നിർമ്മാണം ഏത് നിയമവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? ഓക്കെ, അന്തർവാഹിനികളുടെ നിർമ്മാണം ഏത് നിയമവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? ഉത്തരം ഓപ്ഷൻ എ ആണ്, ആർക്കിമിഡീസ് തത്വം. ഓക്കെ, ആർക്കിമിഡീസ് തത്വമാണ് ഉത്തരം. അടുത്ത ചോദ്യം, UV തരംഗം ഒരു ലോഹപ്രതലത്തിൽ വന്ന് പതിക്കുമ്പോൾ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സംഭവിക്കുന്നില്ല എങ്കിൽ ഏത് തരംഗം പതിച്ചാലാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സംഭവിക്കുക? ഓക്കെ, UV തരംഗം ഒരു ലോഹപ്രതലത്തിൽ വന്ന് പതിക്കുമ്പോൾ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സംഭവിക്കുന്നില്ല എങ്കിൽ ഏത് തരംഗം പതിച്ചാലാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സംഭവിക്കുക? ഉത്തരം ഓപ്ഷൻ സി ആണ്, എക്സ് തരംഗം. ഓക്കെ, എക്സ് തരംഗമാണ് ഉത്തരം. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ നീളത്തിൻ്റെ ഏറ്റവും വലിയ യൂണിറ്റ് ഏതാണ്? ഓക്കെ, താഴെ പറയുന്നവയിൽ നീളത്തിൻ്റെ ഏറ്റവും വലിയ യൂണിറ്റ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, പാർസെക്. ഓക്കെ, പാർസെക് ആണ് നീളത്തിൻ്റെ ഏറ്റവും വലിയ യൂണിറ്റ്. അടുത്ത ചോദ്യം, ഒരു മോട്ടോർ ഉപയോഗിച്ച് 120 മീറ്റർ ആഴമുള്ള ഒരു കിണറിൽ നിന്ന് 5 മിനിറ്റ് കൊണ്ട് 400 കിലോഗ്രാം ജലം പമ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ മോട്ടറിൻ്റെ പവർ എത്രയാണ്? ഓക്കെ, ഒരു മോട്ടോർ ഉപയോഗിച്ച് 120 മീറ്റർ ആഴമുള്ള ഒരു കിണറിൽ നിന്ന് 5 മിനിറ്റ് കൊണ്ട് 400 കിലോഗ്രാം ജലം പമ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ മോട്ടറിൻ്റെ പവർ എത്രയാണ്? ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 1600 വാട്ട്. ഓക്കെ, 1600 വാട്ടാണ് ഉത്തരം. അടുത്ത ചോദ്യം, ഒരു ഏകാത്മക മിശ്രിതത്തിന് ഉദാഹരണം ഏതാണ്? ഓക്കെ, ഒരു ഏകാത്മക മിശ്രിതത്തിന് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻസ് ഉണ്ട്. ചെളിവെള്ളം, കഞ്ഞിവെള്ളം, ഉപ്പുവെള്ളം, ചോക്കുപൊടിയും വെള്ളവും. ഇവിടെ ഉത്തരം ഓപ്ഷൻ സി ആണ്, ഉപ്പുവെള്ളം. ഓക്കെ, ഉപ്പുവെള്ളമാണ് ഒരു ഏകാത്മക മിശ്രിതത്തിന് ഉദാഹരണം. അടുത്ത ചോദ്യം, ഒരു വാതകത്തിനെ ദ്രാവകമാക്കാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യം ഏതാണ്? ഓക്കെ, ഒരു വാതകത്തിനെ ദ്രാവകമാക്കാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യം ഏതാണ്? ഓപ്ഷൻസ് ഉണ്ട്. മർദ്ദം കുറക്കുക, ഊഷ്മാവ് കൂട്ടുക, മർദ്ദം കൂട്ടുക, ഊഷ്മാവ് കുറക്കുക, മർദ്ദവും ഊഷ്മാവും കൂട്ടുക, മർദ്ദവും ഊഷ്മാവും കുറക്കുക. ഇതിലേതാണ് വാതകത്തിനെ ദ്രാവകമാക്കാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യം? ഉത്തരം ഓപ്ഷൻ ബി ആണ്, മർദ്ദം കൂട്ടുക, ഊഷ്മാവ് കുറക്കുക. ഓക്കെ, മർദ്ദം കൂട്ടുക, ഊഷ്മാവ് കുറക്കുക. അടുത്ത ചോദ്യം, സ്വർണ്ണാഭരണം, പഞ്ചസാര, ഉപ്പുവെള്ളം എന്നിവ യഥാക്രമം ഏതെല്ലാം വിഭാഗങ്ങളിൽ ക്രമപ്പെടുത്താം? സ്വർണ്ണാഭരണം, പഞ്ചസാര, ഉപ്പുവെള്ളം എന്നിവയെ യഥാക്രമം ഏതെല്ലാം വിഭാഗങ്ങളിൽ ക്രമപ്പെടുത്താം?
അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്: മിശ്രിതം, സംയുക്തം, മിശ്രിതം, മൂലകം, സംയുക്തം, മിശ്രിതം, സംയുക്തം, സംയുക്തം, മിശ്രിതം, മിശ്രിതം, മൂലകം, സംയുക്തം. ഇവിടെ സ്വർണ്ണാഭരണം, പഞ്ചസാര, ഉപ്പ് എന്നിവയാണുള്ളത്. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്: മിശ്രിതം, സംയുക്തം, മിശ്രിതം. ഓക്കെ, സ്വർണ്ണാഭരണം, പഞ്ചസാര, ഉപ്പ് എന്നുള്ളത് മിശ്രിതം, സംയുക്തം, മിശ്രിതം. ഓക്കെ, അടുത്ത ചോദ്യം: ഉപലേന്ദു ചാറ്റർജി എന്ന കേന്ദ്ര കഥാപാത്രം കടന്നു വരുന്ന ടി.ഡി. രാമകൃഷ്ണൻ്റെ നോവൽ ഏതാണ്? ഓക്കെ, ഉപലേന്ദു ചാറ്റർജി എന്ന കേന്ദ്ര കഥാപാത്രം കടന്നു വരുന്ന ടി.ഡി. രാമകൃഷ്ണൻ്റെ നോവൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്: ആൽഫ. ഓക്കെ, ആൽഫ എന്നുള്ളതാണ് ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം: ബ്രിഡ്ജ് ഔട്ട് എന്ന പദം താഴെ തന്നിരിക്കുന്നവയിൽ ഏത് കായിക മത്സരവുമായി ബന്ധപ്പെട്ടതാണ്? ഓക്കെ, ബ്രിഡ്ജ് ഔട്ട് എന്ന പദം താഴെ തന്നിരിക്കുന്നവയിൽ ഏത് കായിക മത്സരവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്: റെസ്ലിംഗ്. ഓക്കെ, റെസ്ലിംഗ് എന്നുള്ളതാണ് ഉത്തരം. അടുത്ത ചോദ്യം: പണ്ഡിതനും തെയ്യം കലാകാരനുമായ രാമന് മണക്കാടൻ ഗുരുക്കൾ എന്ന ആചാരപ്പട്ടം നൽകി ആദരിച്ച തമ്പുരാൻ ആരാണ്? ഓക്കെ, പണ്ഡിതനും തെയ്യം കലാകാരനുമായ രാമന് മണക്കാടൻ ഗുരുക്കൾ എന്ന ആചാരപ്പട്ടം നൽകി ആദരിച്ച തമ്പുരാൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്: ചിറക്കൽ തമ്പുരാൻ. ഓക്കെ, ചിറക്കൽ തമ്പുരാൻ എന്നുള്ളതാണ് ഉത്തരം. അടുത്ത ചോദ്യം: സംഘകാല സാഹിത്യത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഐന്തിണകളിലെ അവസാന നിലമായ നെയ്തൽ നിലം സൂചിപ്പിക്കുന്നത് ഏതാണ്? ഓക്കെ, സംഘകാല സാഹിത്യത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഐന്തിണകളിലെ അവസാന നിലമായ നെയ്തൽ നിലം സൂചിപ്പിക്കുന്നത് ഏതാണ്? ഓപ്ഷൻസ് ഉണ്ട്: നാട്ടിൻ പുറത്തെ, ഉണങ്ങി വരണ്ട പ്രദേശത്തെ, കാടും ഗ്രാമപ്രദേശങ്ങളെയും, കടലോര പ്രദേശത്തെ. ഓക്കെ, ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്: കടലോര പ്രദേശത്തെ. ഓക്കെ, അപ്പോൾ ഇവിടെ നെയ്തൽ നിലം എന്ന് സൂചിപ്പിക്കുന്നത് കടലോര പ്രദേശത്തെയാണ്. ഓക്കെ, അടുത്ത ചോദ്യം: ഗീതാഞ്ജലി ശ്രീക്ക് 2022 ബുക്കർ സമ്മാനം ലഭിച്ച ടോം ഓഫ് സാൻഡ് എന്ന കൃതി ഹിന്ദിയിലെ ഏത് നോവലിൻ്റെ പരിഭാഷയാണ്? ഓക്കെ, ഗീതാഞ്ജലി ശ്രീക്ക് 2022 ബുക്കർ സമ്മാനം ലഭിച്ച ടോം ഓഫ് സാൻഡ് എന്ന കൃതി ഹിന്ദിയിലെ ഏത് നോവലിൻ്റെ പരിഭാഷയാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്: രേത് സമാധി. ഓക്കെ, രേത് സമാധി എന്നുള്ളതാണ് ഉത്തരം. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക്സ്.